ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി 2023 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമാണ് കാതൽ ദി കോർ. കല്യാണം കഴിഞ്ഞ് 20 വർഷം സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിച്ചവർ. 19കാരിയായ മകൾ. പെട്ടെന്നൊരു ദിവസം ഭാര്യ ഡിവോഴ്സ് വേണമെന്ന് പറയുന്നു. അതിനുള്ള കാരണം, അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില സംഭവങ്ങൾ, ഇതൊക്കെ പ്രമേയമാക്കിയ ചിത്രമാണ് കാതൽ. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ പള്ളിയിൽ കുർബാന കൊള്ളുന്ന നായിക ഓമനയെയും നായകൻ മാത്യുവിനെയും മാത്യുവിന്റെ അപ്പച്ചൻ ദേവസിയെയും കാണിക്കുന്നു. 19 വയസ്സുള്ള മകൾ ഫെമി ഹോസ്റ്റലിൽ നിന്നാണ് പഠിക്കുന്നത്. കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മോളും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. പപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്തോ പാർട്ടിക്കാര്യത്തിന് സിബിൻ വന്ന് വിളിച്ചോണ്ട് പോയെന്ന് ഓമന പറയുന്നു. ശേഷം സിബിനും മാത്യുവും കാറിൽ പോകുന്നതാണ് കാണിക്കുന്നത്. മാത്യു ഇതുവരെ ബാങ്കിൽ ജോലിയായിരുന്നു. റിട്ടയർഡ് ആയതോടെ CRP എന്നൊരു പാർട്ടിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ബൈ ഇലക്ഷന് നിൽക്കാൻ പാർട്ടി മാത്യുവിനെ നിർബന്ധിക്കുന്നു. ഇപ്പോഴേ പ്രവർത്തിച്ചാലേ വോട്ട് കിട്ടൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിനായിട്ടാണ് സിബിൻ ഇപ്പോൾ മാത്യുവിനെയും കൊണ്ട് പോകുന്നത്. ഇതുവരെ നാട്ടുകാർക്ക് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത വ്യക്തി എന്ന നിലയിൽ എല്ലാവർക്കും സ്വീകാര്യനായതുകൊണ്ട് തന്നെ മാത്യു പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതുകൊണ്ടാണ് സിബിൻ മാത്യുവിനെ കൂട്ടിക്കൊണ്ട് ഒത്തുതീർപ്പിനായി പോകുന്നത്. സംഗതി ഒരു വോട്ടറുടെ മകൾക്ക് വീട്ടിലെ പണിക്കാരനോട് പ്രണയം. മകളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കാർന്നോമാരുടെ സൈഡ് ചേർത്താൽ അവിടുന്ന് കുറച്ച് വോട്ടൊപ്പിക്കാം. അതാണ് സിബിന്റെ ലക്ഷ്യം. എന്നാൽ അവിടെ ചെന്ന് സംസാരിക്കുമ്പോഴാകട്ടെ മകളുടെ പ്രണയം വളരെ സീരിയസ് ആണെന്ന് മാത്യൂസിന് മനസ്സിലാകും. അതോടെ കുട്ടിയുടെ അച്ഛനോട് അവളുടെ കല്യാണം നടത്തി കൊടുക്കാൻ പറഞ്ഞ് മാത്യൂസ് പോരുന്നു. അങ്ങനെ ആ സീൻ കെട്ടായി അടുത്തത് കാണിക്കുന്നത് നാട്ടിലൊരു ഡ്രൈവിംഗ് സ്കൂളൊക്കെ നടത്തുന്ന തങ്കനെയാണ്. പ്രായം കുറച്ചായെങ്കിലും ഇതുവരെ അദ്ദേഹം കല്യാണം കഴിഞ്ഞിട്ടില്ല. വീട്ടിൽ പെങ്ങളുടെ മകൻ കുട്ടായി മാത്രമാണ് ഉള്ളത്. പെങ്ങൾ രണ്ടാമത് വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെയാണ് താമസിക്കുന്നത്. അവർക്ക് ഒരു കുഞ്ഞു മോളുമുണ്ട്. പക്ഷേ അമ്മയുടെ രണ്ടാം ഭർത്താവിനെ ഉൾക്കൊള്ളാൻ കുട്ടായിക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവൻ തങ്കന്റെ കൂടെ തന്നെ കഴിയുന്നത്. അവനിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് കൊണ്ട് തന്നെ മാത്യൂസിനെ നോമിനേറ്റ് ചെയ്ത വിവരം മാത്യൂസ് ഓമനയുമായി സംസാരിക്കുന്നു. നിങ്ങൾ ആ പോസ്റ്റിന് കറക്റ്റാണ്. ഒന്നുമില്ലേലും ഇത്രനാൾ സഹകരണ ബാങ്കിൽ ജോലി ചെയ്ത് നാട്ടുകാർക്ക് ഒരുപാട് നന്മ ചെയ്തതല്ലേ. അതുകൊണ്ട് നിങ്ങൾ ഇലക്ഷന് നിന്നോളാൻ ഓമന പറയുന്നു. മാത്യൂസും ദേവസിയും തമ്മിൽ അത്ര രസത്തിലൊന്നുമല്ല. മിണ്ടാറ് കൂടിയില്ലാത്തത്ര അകൽച്ചയാണ് അവർ തമ്മിൽ. അങ്ങനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടക്കുന്നതിനിടയിൽ മാത്യൂസിന് ഓമന ഡിവോഴ്സ് നോട്ടീസ് അയച്ചതായി ഒരു ന്യൂസ് വരുന്നു. നോമിനേഷൻ കൊടുക്കാനിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും അത് ഒരു ചർച്ചാ വിഷയമാകുന്നു. അടുത്ത സീനിൽ കോളേജിൽ നിന്ന് ആകെ ടെൻഷൻ അടിച്ചു വരുന്ന കുട്ടായി നിങ്ങൾക്ക് മാത്യു സാറുമായി എന്താണ് ഇടപാടെന്ന് തങ്കനോട് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് ഷോക്കേറ്റതുപോലെ തങ്കൻ നിൽക്കും. എന്താണ് സംഭവമെന്ന് വെച്ചാൽ മാത്യൂസ് ഒരു ഗേ ആണ്, അതായത് ഹോമോസെക്ഷൽ. മാത്യൂസിന് തങ്കനുമായി റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ഡിവോഴ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഓമന പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ വിവരമറിഞ്ഞ് ഓമനയുടെ ബ്രദർ ടോമി വന്ന് ഓമനയോട് ദേഷ്യപ്പെടുന്നു. മാത്യൂസിനെ വളരെ കാലമായി എനിക്കറിയാം. മറ്റൊരാളുമായി ചേർത്ത് ഇങ്ങനെ അയാളെക്കുറിച്ച് പറയുന്നത് നിനക്ക് വട്ടാണ്. ഇങ്ങനെ ആയാൽ ഫെമിമോൾക്ക് നാളെ ഒരു വിവാഹാലോചന വരുമോ എന്നൊക്കെ ഓമനയോട് ടോമി ചോദിച്ച് ദേഷ്യപ്പെടുന്നു. അയാൾ മാത്യൂസിന്റെ പക്ഷത്തായിരുന്നു. എങ്കിലും മാത്യൂസിനോട് ഒന്നും സംസാരിക്കാൻ തയ്യാറാകാതെ അദ്ദേഹം അവിടെ നിന്നും പോകും. ഓമന ഡിവോഴ്സ് ചോദിച്ചതിന്റെ പേരിൽ വിദേശത്തുള്ള മറ്റ് ബന്ധുക്കൾ വരെ ദേവസിയെ ഫോൺ വിളിച്ച് തട്ടിക്കയറുന്നു. അന്ന് രാത്രി മാത്യൂസ് ഓമനയോട് സംസാരിക്കും. നിന്നോട് കൂടെ ചോദിച്ചിട്ടല്ലേ ഞാൻ ഇലക്ഷന് നിന്നത്, എന്നിട്ട് നീ കേസ് കൊടുത്തത് എന്തിനാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇലക്ഷന്റെ കാര്യം വന്നത് ഇപ്പോഴല്ലേ, ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്തത് 2 മാസം മുമ്പാണ്, അന്നതെനിക്ക് പറയാൻ പറ്റിയില്ല എന്നൊക്കെ ഓമന പറയുന്നു. മാത്യൂസിനെ നോമിനേറ്റ് ചെയ്തതിൽ പാർട്ടി പ്രവർത്തകരിൽ ചിലർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാരണം പറഞ്ഞ് മാത്യൂസിനെതിരെ ഒരു ചർച്ചാ വിഷയം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കി താൻ പിന്മാറിക്കൊള്ളാമെന്ന് മാത്യൂസ് പറയുമെങ്കിലും മുതിർന്ന നേതാക്കന്മാർ മാത്യൂസിനെ തന്നെ നിർത്താനാണ് തീരുമാനിക്കുന്നത്. അതോടെ മാത്യൂസ് ഇലക്ഷനിൽ നിന്ന് പിന്മാറുന്നുമില്ല. തങ്കനെയും മാത്യൂസിനെയും ചേർത്താണല്ലോ ഇങ്ങനൊരു കഥ പ്രചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്കനും മാനസികമായി വല്ലാത്തൊരു അവസ്ഥയിലാകുന്നു. ഈ കാര്യം വെച്ചിട്ട് തന്നെ എതിർ പാർട്ടിക്കാര് മാക്സിമം മാത്യൂസിനെതിരെ കളിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. മാത്യൂസ് വളരെ വിമുഖതയോടെയാണെങ്കിലും പ്രചരണത്തിനൊക്കെ ഇറങ്ങുന്നുമുണ്ട്. ശേഷം മാത്യൂസ് ഫെമിയെ വന്ന് കാണുന്നു. ഇനി അവളെന്തെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവൾക്ക് മാനസിക ബുദ്ധിമുട്ട് വല്ലതുമുണ്ടോ എന്നറിയാനാണ് മാത്യൂസ് ഫെമിയെ കാണാൻ വരുന്നത്. എന്നാൽ വളരെ തുറന്ന ചിന്താഗതിക്കാരിയായിരുന്നു ഫെമി. ഓമന പെറ്റീഷൻ കൊടുക്കുന്നതിന് മുൻപ് തന്നെ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പപ്പയോട് യാതൊരു ദേഷ്യവുമില്ല. പിന്നെ രണ്ടുപേരും തമ്മിൽ പിരിയുന്നത് കൊണ്ടുള്ള ഒരു ചെറിയ വിഷമം മാത്രമേ ഉള്ളൂ എന്ന് ഫെമി മാത്യൂസിനോട് പറയുന്നു. ശരിക്കും അവളുടെ ആ സംസാരം മാത്യൂസിന് വലിയൊരു ആശ്വാസമാകുന്നുണ്ട്.
ഒരു ദിവസം അങ്ങനെ കവലയിൽ വെച്ച് തങ്കനെയും കുട്ടായിയെയും നാട്ടുകാരിൽ ചിലർ വളരെ മോശമായ രീതിയിൽ കളിയാക്കുന്നു. അത് രണ്ടുപേർക്കും വലിയ വിഷമവും ഉണ്ടാക്കുന്നു. ഓമനയോട് തന്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറയുമ്പോൾ എന്റെ അവസ്ഥ അതിലും കഷ്ടമാണെന്ന് ഓമനയും മാത്യൂസിനോട് പറയുന്നു. നമ്മൾ വാദിച്ചില്ലെങ്കിൽ ഓമന പറഞ്ഞ കഥകളെല്ലാം ശരിയാണെന്ന് നാട്ടുകാർ കരുതുമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച സിബിൻ മാത്യൂസിനെയും കൂട്ടി ഒരു വക്കീലിനെ പോയി കാണുന്നു. ഓമനയുടെ ഫിസിക്കൽ നീഡ്സ് നിഷേധിച്ചു എന്ന കാര്യമാണ് അവര് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അത് സത്യമല്ലല്ലോ എന്ന് നമ്മൾ വാദിച്ചാൽ മാത്രം മതിയെന്നൊക്കെ പറഞ്ഞ് വക്കീൽ മാത്യൂസിനെ സമാധാനിപ്പിക്കും. മാത്യൂസ് നിരപരാധിയാണെന്ന് നാട്ടുകാരെ ഒന്ന് ബോധിപ്പിക്കുക, അത്രമാത്രമായിരുന്നു സിബിന്റെയും പാർട്ടിക്കാരുടെയും ആവശ്യം. ബൈ ഇലക്ഷൻ നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഒരു സ്പീഡി ഡിസ്പോസലിന് അപ്ലൈ ചെയ്ത് നോക്കാമെന്നും വക്കീൽ പറയുന്നു. ഈ സമയം ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുമില്ല, എനിക്ക് ഓമനയെ പിരിയണമെന്നുമില്ലെന്ന് മാത്യൂസ് വക്കീലിനോട് പറയുന്നുണ്ട്. ഏതായാലും കേസ് അങ്ങനെ കോടതിയിലെത്തുന്നു. ആദ്യം അവരെ കൗൺസിലിങ്ങിനാണ് വിടുന്നത്. ഓമന തന്റെ തീരുമാനത്തിൽ എന്തൊക്കെയായാലും ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയെ ഒരു ദിവസം തങ്കനും മാത്യൂസും കവലയിൽ വെച്ച് കണ്ടുമുട്ടും. പരസ്പരം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ പോലും വളരെ ഇമോഷണലായി പരസ്പരം ഒന്ന് നോക്കിയിട്ട് തങ്കൻ തന്റെ വണ്ടിയിൽ കയറി പോകുന്നു. വണ്ടിയിലിരുന്ന് തങ്കൻ മാത്യൂസിന്റെ ഫോട്ടോ നോക്കി വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. അടുത്ത തവണ കേസ് കോടതിയിൽ വരുമ്പോൾ സ്പീഡി ഡിസ്പോസലിന് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ കേസിനാധാരമായ തെളിവുകൾ സമർപ്പിച്ചാൽ എത്രയും വേഗം കേസ് വിധി തീർപ്പാക്കാമെന്ന് ജഡ്ജിയും പറയുന്നു. ശേഷമുള്ള ഒരു ദിവസം തങ്കനും മാത്യുവിന്റെ അപ്പച്ചനും തമ്മിൽ കവലയിലെ ഒരു കടയിൽ വെച്ച് കാണുന്നുണ്ട്. ദേവസിയെ ഫേസ് ചെയ്യാനും തങ്കൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഒന്നും സംസാരിക്കാതെ ആ സീനും കട്ടാകും. അടുത്ത സീനിൽ ടോമി പള്ളിയിലച്ഛനെയും ഇടവകക്കാരെയും ഒക്കെ കൂട്ടി വന്ന് ഓമനയോട് സംസാരിച്ച് കേസിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഓമന തീരുമാനത്തിൽ നിന്ന് പിന്തിരിയാൻ അപ്പോഴും തയ്യാറാകുന്നില്ല. അങ്ങനെ വന്നവര് വളരെ നിരാശരായി മടങ്ങുന്നു. ടോമിയോട് തന്റെ സമാധാനവും സന്തോഷവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇനിയെങ്കിലും തന്റെ കൂടെ നിൽക്കണമെന്ന് ഓമന പറയുന്നു. പിറ്റേ തവണ കോടതി കൂടുമ്പോൾ ഓമനയെ മാത്യൂസിന്റെ വക്കീൽ വിസ്തരിക്കുന്നു. നിങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായതെന്ന് വക്കീൽ ചോദിക്കുമ്പോൾ ഞാൻ നിർബന്ധിച്ചു വാങ്ങിയ കുട്ടിയാണ് ഫെമി എന്ന് ഓമന പറയുന്നു. തങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 20 വർഷമായെങ്കിലും ഞങ്ങൾ 4 തവണ മാത്രമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് ഓമന പറയുന്നത് കേട്ട് ജഡ്ജി ഉൾപ്പെടെ കോടതിയിലുള്ളവരെല്ലാം ഒന്ന് ഞെട്ടുന്നു. കല്യാണം കഴിഞ്ഞ് ഫെമി ജനിച്ച സമയം തന്നെ മാത്യൂസ് ഒരു ഹോമോസെക്ഷൽ ആണെന്ന് ഓമന തിരിച്ചറിഞ്ഞിരുന്നു. പക്ഷേ അത് തുറന്നു ചോദിച്ചപ്പോൾ മാത്യൂസ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. സ്വന്തം വീട്ടുകാരോടും മറ്റും ഇത് തുറന്നു പറഞ്ഞിട്ടും ആരും അവളെ മനസ്സിലാക്കുകയോ കൂടെ നിൽക്കാനോ തയ്യാറായില്ല. പകരം അവളുടെ പപ്പ അവളെ വഴക്ക് പറയുകയാണ് ചെയ്തത്. അത് സമൂഹത്തിൽ തുറന്നു പറയാനും ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാനും ഇത്ര നാളായി ഓമനയ്ക്കും കഴിഞ്ഞിരുന്നില്ല. അതിനുള്ള ധൈര്യം ആർജിച്ചു വന്നത് ഇപ്പോഴാണെന്ന് ഓമനയുടെ വക്കീൽ വാദിക്കും. തന്നെയുമല്ല, ഇക്കഴിഞ്ഞ കാലയളവിനുള്ളിൽ നിയമത്തിന്റെ കുരുക്കിൽപ്പെട്ട് ഈ കേസ് വന്നിരുന്നെങ്കിൽ മാത്യൂസിനെ ഒരു ക്രിമിനലായി മുദ്രകുത്തുമായിരുന്നു. തന്റെ ഭർത്താവിനെ എന്തു വന്നാലും അങ്ങനെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടുകൂടിയാണ് ഓമന ഇതുവരെ കേസ് ഫയൽ ചെയ്യാഞ്ഞതെന്നൊക്കെ വക്കീൽ വാദിക്കുന്നു. ശേഷം മാത്യൂസിനെ വിസ്തരിക്കുമ്പോൾ ഇതൊന്നും അംഗീകരിക്കാൻ മാത്യൂസ് തയ്യാറാകില്ല. ഒരുമാതിരി ഒഴിഞ്ഞു മാറിയാണ് മാത്യൂസ് സംസാരിക്കുന്നത് തന്നെ. ഒരു ദിവസം ടോമി വന്ന് മാത്യൂസിനോട് സംസാരിക്കുന്നു. കല്യാണത്തിന് മുമ്പ് ഓമനയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഓമനയുടെ കല്യാണം കഴിഞ്ഞും അയാൾ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. വീട്ടുകാരുടെ നിർബന്ധത്തിലാണ് മാത്യൂസുമായുള്ള വിവാഹത്തിന് ഓമന സമ്മതിക്കുന്നത്. അതിപ്പോ ഇങ്ങനെയുമായി. ഇനിയെങ്കിലും എനിക്ക് ഓമനയുടെ കൂടെ നിൽക്കണം, അവൾ പാവമാണെന്ന് ടോമി മാത്യൂസിനോട് പറയുന്നു. അത് മാത്യൂസിന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. മാത്യൂസിന്റെ അവസ്ഥ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെ ദേവസി ഒരു അവസാന ശ്രമമെന്ന നിലയിൽ ഓമനയോട് സംസാരിച്ചു നോക്കുന്നു. എന്റെ അപേക്ഷയാണ്, എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ മോൾ ഇതിൽ നിന്ന് പിന്മാറാനൊക്കെ അയാൾ പറയും. എല്ലാവർക്കും കല്യാണം കഴിയുമ്പോൾ ഒരു ഭർത്താവിനെയാണ് കിട്ടുന്നത്. എനിക്കത് കിട്ടിയില്ല. പകരം ഒരു അപ്പച്ചനെയാണ് എനിക്ക് കിട്ടിയത്. എന്റെ അപ്പച്ചനേക്കാൾ എനിക്കിഷ്ടം അപ്പച്ചനെയാണ്. പക്ഷേ ഇനിയും ഇത് എനിക്ക് സഹിക്കാൻ വയ്യെന്നൊക്കെ ഓമന ദേവസിയോട് പറയുന്നു. അങ്ങനെ ആ സീൻ കട്ടായി സങ്കടത്തോടെ ബാറിലിരുന്ന് വെള്ളമടിച്ചുകൊണ്ട് തന്റെ കൂട്ടുകാരനോട് സംസാരിക്കുന്ന തങ്കനെയാണ് പിന്നെ കാണിക്കുന്നത്. എന്റെ അടുത്തിപ്പോൾ ധാരാളം പെൺകുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കാനായി വരുന്നുണ്ട്. കാരണം അവരൊക്കെ സേഫ് ആണെന്ന് വീട്ടുകാർക്ക് അറിയാം. അതുകൊണ്ടാണ് എന്റെ അടുത്തേക്ക് അവരെ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ വിടുന്നതെന്നൊക്കെ തങ്കൻ പറയും. നമ്മളെ സ്നേഹിക്കുന്നവർ വിട്ടുപോകുമോ എന്ന് എല്ലാവർക്കും പേടിയാണ്. ആ പേടി കാരണം സ്നേഹം കിട്ടാത്തവരും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് തങ്കൻ സങ്കടപ്പെടുന്നു. ശേഷം ബാറിൽ നിന്നിറങ്ങുമ്പോൾ കുട്ടായി അവിടെ നിന്ന് ഛർദ്ദിക്കുന്നത് തങ്കൻ കാണുന്നു. തങ്കനെ കാണുന്നതും അവൻ കരയാൻ തുടങ്ങും. എല്ലാവരും തങ്കന്റെ പേര് പറഞ്ഞ് തന്നെ കളിയാക്കുന്നു. എനിക്ക് ആരുമില്ലെന്നൊക്കെ പറഞ്ഞ് കുട്ടായി കരയുന്നു. നീ വിഷമിക്കണ്ട, നിനക്ക് അമ്മയുമുണ്ട് പെങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് തങ്കൻ അവനെ സമാധാനപ്പെടുത്തുന്നു. അടുത്ത തവണ കേസ് കോടതിയിൽ വരുമ്പോൾ സാക്ഷിയെ വിസ്തരിക്കാനുണ്ടെന്ന് ഓമനയുടെ വക്കീൽ പറയുന്നു. അത് മറ്റാരുമല്ല, മാത്യൂസിന്റെ അപ്പച്ചൻ തന്നെയായിരുന്നു. തന്റെ മകൻ ഒരു ഹോമോസെക്ഷൽ ആണ്. അത് വളരെ ചെറുപ്പത്തിലെ തന്നെ എനിക്കറിയാമായിരുന്നു.
എന്നാൽ എന്റെ നിർബന്ധപ്രകാരമാണ് മാത്യൂസ് ഓമനയെ വിവാഹം കഴിച്ചതെന്നും ദേവസി കോടതിയിൽ തുറന്നു പറയും. അതോടെ മാത്യൂസ് ഒരു ഹോമോസെക്ഷൽ ആണെന്നും ഓമനയുടെ ആവശ്യം ന്യായമാണെന്നും കോടതിക്ക് ബോധ്യം വരുന്നു. തന്റെ കൂടെ നിന്ന് കുട്ടായിയുടെ അവസ്ഥ മോശമാകുമെന്ന് മനസ്സിലാകുന്നതോടെ അവനെ 2 ദിവസത്തേക്ക് അവന്റെ അമ്മയുടെ കൂടെ തങ്ങാൻ പറഞ്ഞുവിടും. അന്നു രാത്രി വർഷങ്ങൾക്ക് ശേഷം മാത്യൂസ് അപ്പനോട് സംസാരിക്കുന്നു. എല്ലാവർക്കും ഇത്രനാളും ഞാൻ പറഞ്ഞു നടന്നിരുന്നത് കള്ളമായിരുന്നുവെന്ന് മനസ്സിലായി. ഞാൻ കാരണം പാവം ഓമനയുടെ ജീവിതം കൂടിപ്പോയി. ചാച്ചനും അറിയാവുന്നതല്ലേ ഡോക്ടർ പറഞ്ഞത് ഞാൻ ഹോമോസെക്ഷൽ ആണെന്ന്. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് ചാച്ചനല്ലേ എന്നെ കെട്ടിച്ചത്. എന്നിട്ടിപ്പോ എന്തായി എന്ന് മാത്യൂസ് ദേവസിയോട് ചോദിക്കുന്നു. എല്ലാം എന്റെ തെറ്റാണെന്ന് പറഞ്ഞ് ദേവസി മാത്യുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. ഈ അവസരത്തിൽ മാത്യുവും വല്ലാതെ കരഞ്ഞു പോകുന്നു. ഇതൊരു രോഗമല്ലല്ലോ, ഒരു അവസ്ഥയല്ലേ. അപ്പന്റെയും മകന്റെയും സംസാരം അകത്തിരുന്ന് ഓമനയും കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് സങ്കടപ്പെടുന്ന തങ്കൻ മാത്യൂസിനെ വിളിക്കാൻ കോളാക്കുമെങ്കിലും കോളാകുന്നതിന് മുമ്പേ പെട്ടെന്നത് കട്ട് ചെയ്യുന്നു. മാത്യൂസ് ഈ സമയം ഓമനയോട് വന്ന് സോറി പറയും. എല്ലാവരോടും ഞാൻ ഇങ്ങനെയുള്ള ആളാണെന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, പക്ഷേ പേടിച്ചിട്ടാണ് ഞാൻ എല്ലാം തുറന്നു പറയാഞ്ഞത് എന്നൊക്കെ പറഞ്ഞു ഓമനയോട് അയാൾ ക്ഷമാപണം നടത്തുന്നു. ഞാൻ മാത്രം രക്ഷപ്പെടാനല്ല ഇങ്ങനെ ചെയ്തത്, മാത്യൂസും രക്ഷപ്പെടണം. മാത്യൂസ് ആഗ്രഹിച്ചതുപോലൊരു ജീവിതം ഇനിയും മാത്യൂസിന് വേണ്ടേ? അതിനും കൂടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ ഓമന മാത്യൂസിനോട് പറയുന്നു. അവർ ഒരുമിച്ചുള്ള ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസം കൂടെ എന്റെ കൂടെ കിടക്കണമെന്ന് ഓമന കരഞ്ഞു പറയുന്നതോടെ മാത്യൂസ് അവളെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരഞ്ഞു പോകുന്നു. രണ്ടുപേർക്കും ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിൽ പോലും അവർ തമ്മിൽ ആഴത്തിലുള്ള ഒരു സ്നേഹം ആ കാലയളവിനുള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് ആ സീനോട് കൂടി മനസ്സിലാകും. സ്നേഹത്തിന് പലപ്പോഴും പല മുഖങ്ങളാണല്ലോ. ചിലപ്പോൾ പ്രണയം, ചിലപ്പോൾ സൗഹൃദം, ചിലപ്പോൾ വാത്സല്യം, ചിലപ്പോൾ അത് ഒരു കരുതലുമാവാം. അങ്ങനെ അവര് ഡിവോഴ്സ് ആകുന്നു. എങ്കിലും അവർ തമ്മിലുള്ള സൗഹൃദം അതുപോലെ തന്നെ ഓമനയും മാത്യൂസും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ശേഷം മാത്യൂസ് തന്നെ ഓമനയെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നു. ഓമനയുടെ അഭാവമുണ്ടെങ്കിലും ദേവസിയും മാത്യൂസും ഫെമിയും ഒരുമിച്ച് ആ വീട്ടിൽ സന്തോഷത്തോടെ കഴിയുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ഓമനയും ഫെമിയും പ്രചരണത്തിനിറങ്ങും. അതോടെ നാട്ടുകാർക്കും മാത്യൂസിന്റെ കുടുംബം അയാളുടെ സപ്പോർട്ടിനായി ഉണ്ടെന്ന് മനസ്സിലാകും. അങ്ങനെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓമനയ്ക്കും ഓമനയുടെ എക്സ് ലവറിനും കൂടി ഒരു മീറ്റിംഗ് മാത്യൂസ് അറേഞ്ച് ചെയ്തു. അതിന് ഫെമിയുടെ സപ്പോർട്ടും അവർക്കുണ്ട്. ഓമനയെ ശരിക്കുള്ള കൈകളിൽ ഏൽപ്പിക്കുന്നുവെങ്കിലും അയാൾക്കതിൽ സന്തോഷവുമുണ്ട്. അതോടൊപ്പം അവളെ നഷ്ടപ്പെടുത്തിയതിൽ സങ്കടവുമുണ്ട്. അങ്ങനെ അല്പം വേദനയോടെയാണെങ്കിലും ഓമനയുടെയും ലവറിന്റെയും അടുത്തുനിന്ന് പുറത്തേക്ക് മാത്യൂസ് വരുമ്പോൾ മാത്യൂസിനെ പിക്ക് ചെയ്യാനായി അവിടെ തങ്കൻ കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. തന്റെ പ്രണയം അല്ലെങ്കിൽ ജീവിതം തന്നെ തിരികെ കിട്ടിയ സന്തോഷം തങ്കന്റെ മുഖത്തുണ്ടായിരുന്നു. ഹോമോസെക്ഷുവാലിറ്റി ഒരു തെറ്റല്ലെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകുന്നതോടെ ചരിത്ര വിജയം നേടി മാത്യൂസ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതായി കാണിക്കുന്നു. ഓമന അങ്ങനെ അവൾക്കിഷ്ടമുള്ള ജീവിതവും മാത്യൂസ് അയാൾക്കിഷ്ടമുള്ള ജീവിതവും തെരഞ്ഞെടുത്തതായി കാണിച്ചുകൊണ്ട് അങ്ങനെ ചിത്രം അവസാനിക്കും.